ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി പൊന്തുകറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചിലരൊക്കെ കരുതുന്നുണ്ടാവും എന്താണ് ഈ പൊന്ത് എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്ത് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടേക്കൊക്കെ ആണെങ്കിൽ ഇതിന് പതിര് എന്നാണ് പറയുക, എന്നാൽ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടേക്കൊക്കെ ഇതിന് പൊന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടായാലും സംഭവം ഒന്ന് തന്നെ, ബീഫിൻ്റെ ലെങ്സ് ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കുക്കർ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെല്ലുള്ളി ചേർത്താൽ പെട്ടെന്ന് വാടാൻ ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഉള്ളി ഇതവിടെ നല്ലോണം താളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല ജോയിൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കറിവേപ്പില, അതേപോലെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ പൊന്തുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ പൊന്താണ് എടുത്തത്. അപ്പോൾ നമ്മളെ പൊന്ത് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത മസാല ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാനിതാ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ ചേർത്ത ആ ഒരു മസാലപ്പൊടികളൊക്കെ ഇതിൽ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. പൊന്ത് നമ്മൾ കാണുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഇതിന് കുറച്ച് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ ഞാനൊരു 10 വിസിലിന് ശേഷം ഇതാ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയ പൊന്തുകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പത്തിരിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയൊക്കെ നല്ല മാച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുത്തൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ.